എടാ യുവമാരെ പോലെ ഞാനും തിയേറ്ററിനകത്ത് കിടന്ന് തൊണ്ട കയറി വിളിച്ചിട്ടാണ് വന്ന തൊണ്ട വയ്യ സത്യം പറഞ്ഞ. തുടർ സിനിമ കണ്ടായിരുന്നു ലാലേട്ടൻ്റെ. ഇവിടെ 6 വർഷത്തിന് ശേഷം നമ്മളെ ലാലേട്ടൻ ആ സ്ക്രീനിൽ ഇത്രയും വൈബോടെ ഇവിടെ ഒരു തീപ്പൊരി പടം എന്ന് വെച്ചാൽ നമ്മളെ ദൃശ്യത്തിന്റെയും മറ്റേ ലൂസിഫറിന്റെ ഒക്കെ അപ്പനായിട്ട് വരുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തുടരും അനുഭവപ്പെട്ടത്. ഇവിടെ ലാലേട്ടൻ ഈ സിനിമയുടെ ഇന്റർവെല്ലിന് ശേഷം ഈ പടത്തിന്റെ ഒരു ഗ്രാഫ് പോകുന്ന ഒരു പോക്കുണ്ട്. ഇവിടെ ചില സമയത്തൊക്കെ എന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു പോയി. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാലം കാണാൻ വേണ്ടി ഇരുന്ന അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, അദ്ദേഹത്തിന്റെ ഒരു മാസ്, എപ്പോഴാ ഈ സിനിമയിൽ ലാലേട്ടൻ മുണ്ട് മടക്കി ഒരു അടി അടിക്കും എന്നൊക്കെ നമ്മൾ ഇങ്ങനെ കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ സംഭവം നമുക്ക് തിയേറ്ററിനകത്ത് കാണാൻ പറ്റിയത് ഒരു തരുൺമൂർത്തി സംഭവം എന്നാണെങ്കിൽ ഈ പടത്തിനെ കുറിച്ച് പറയാം. ഈ പടം ഇങ്ങനെ പതുക്കെ ബിൽഡ് ചെയ്ത് ഇന്റർവെല്ല് എത്തുമ്പോഴേക്കും ഒരു കത്തിക്കും. അപ്പം ഇത് നമ്മൾ തിയേറ്ററിൽ നമ്മൾ ഇന്റർവെല്ലിൽ പുറത്തിറങ്ങിയിട്ട് ഇനി എന്ത് സംഭവമാണ് നടക്കാൻ പോണെന്ന് ചിന്തിക്കും. ആ സിനിമയ്ക്കകത്ത് ലാലേട്ടനെ നമ്മളിങ്ങനെ പ്രതീക്ഷ പുള്ളി ഒരു സൂപ്പർ സ്റ്റാർ. ആ സൂപ്പർ സ്റ്റാർ അദ്ദേഹത്തിന്റെ കുറെ സെൽഫ് റോൾ ഈ സിനിമയ്ക്കകത്ത് കാണുന്നുണ്ട്. ഇപ്പൊ ഒരു ഫസ്റ്റ് ഒക്കെ നമ്മൾ തുടങ്ങുമ്പോൾ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഭയങ്കര പൊട്ടിച്ചിരിക്കാനൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു സന്തോഷത്തോടെയൊക്കെ ഇരുന്ന് കാണാൻ പറ്റും. പക്ഷെ ഇത് പതുക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഇന്റർവെല്ലൊക്കെ ആയി ഞാൻ പറഞ്ഞ ഒരു തീപ്പൊരി സംഭവം അങ്ങോട്ട് ഇട്ട് തുടങ്ങും. പിന്നെ നമ്മൾ എക്സ്പെക്ടേഷൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും ഇത് എവിടെ കൊണ്ട് തീർത്തു എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ലാലേട്ട എപ്പോ ഒരു മുണ്ടു മടക്കിയുള്ള ഒരു ഫൈറ്റ് നമ്മൾ കാരണം ഇതൊക്കെ ഹിന്റിടെയാണ് സിനിമയ്ക്കകത്ത് തുടക്കം മുതലേ പല കാര്യങ്ങളും നമുക്ക് ഹിന്ദിട്ട് പോയത്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ പ്രതീക്ഷിച്ച് അങ്ങ് പോവേനെ. എനിക്ക് തോന്നുന്നു പുള്ളിയാണ് യഥാർത്ഥ ഫാൻ ബോയ് എന്ന് തോന്നുന്നത്. എങ്ങനെ നമുക്ക് ലാലേട്ടന ഇമോഷണൽ ആയാലും മാസ് ആയാലും അത് എങ്ങനെ ഒരു നമ്മൾ ലാലേട്ടനെ നമ്മൾ സ്ക്രീനിൽ നമ്മൾ എങ്ങനെ കാണാൻ ആഗ്രഹിക്കണം ആ ലെവലിൽ സംഭവം ഈ സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. അത് BGM ആയാലും ജാക്സ് വിജയ് എന്ന BGM ഓപ്പോ റേഞ്ച് സാധനങ്ങൾ, പ്രത്യേകിച്ച് ഇന്റർവെല്ലൊക്കെ കിട്ടുന്ന സാധനം എന്ന് വെച്ചാൽ പടത്തിനെ ഭയങ്കര ഹൈപ്പിൽ കൊണ്ട് ഇന്റർവെൽ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി, സീൻ ഇട്ടപ്പോൾ മനസ്സിലായി പടം വേറെ ലെവലിലോട്ട് പോകാൻ പറ്റണമെന്ന്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെ ലാലേട്ടനെ മറ്റേ ഈ കമന്റ് ബോക്സിലൊക്കെ പുള്ളിയുടെ തന്നെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഭയങ്കര തെറി വിളിയാണ്. ഇന്ന് മുതൽ ആ തെറി വിളി കാണുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് വന്ന് ആ സിനിമ കണ്ടിട്ട്. ഈ സിനിമയ്ക്കകത്തൊരു ഒരു പോലീസ്, പുള്ളിയുടെ പേര് എനിക്ക് അറിയില്ല, പുള്ളി വേറെ പടത്തിൽ കണ്ടിട്ടുണ്ട്, ഇനി വല്ല റൈറ്ററോ ഇതൊക്കെ ആണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ പുള്ളി ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് സിനിമയ്ക്കകത്ത് നടത്തിയിരിക്കുന്നത്. ഒരു ദൃശ്യത്തിന്റെയും അല്ലെങ്കിൽ ലൂസിഫറിന്റെ ഒക്കെ അപ്പൻ എന്നാണെങ്കിൽ നമുക്ക് ഈ പടത്തിനെ പറയാം. ക്ലൈമാക്സ് ഒക്കെ ഒരു ക്ലാസ് ആയിട്ടാണ് അത് തീർന്നത് ആ സിനിമ. നമ്മൾ ഇത് എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് ഇങ്ങനെ വിചാരിക്കുമ്പോൾ ഈ സിനിമയ്ക്ക് 2ാം പാർട്ട് കാണുമെന്ന് അറിഞ്ഞൂടെ, മിക്കവാറും കാണുമെന്നാണ് തോന്നുന്നത്. കാരണം അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോയി നിർത്തുന്നത്. പക്ഷെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് ആ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഈ പടം തിയേറ്ററിൽ പോയി കാണണ്ടേ. നിങ്ങൾ കട്ട ലാലേട്ട ഫാനാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും.